സാധാരണ ഒരു കോളം ഫൗണ്ടേഷൻ ഐസൊലേറ്റഡ് ഫുട്ടിംഗ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ മണ്ണിൽ കുഴിയോ കിണറോ ഒക്കെ വരുമ്പോൾ നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിവരും എന്നാണല്ലോ. സാധാരണ ഫൗണ്ടേഷനും ഇത്തരം പ്രത്യേക സാഹചര്യങ്ങളിലെ ഫൗണ്ടേഷനും തമ്മിലുള്ള പ്രധാന മാറ്റങ്ങൾ. സാധാരണ ഫൗണ്ടേഷൻ നോർമൽ ഐസൊലേറ്റഡ് ഫുട്ടിംഗ് ഓരോ കോളത്തിനും പ്രത്യേകമായി ഉറപ്പുള്ള മണ്ണിൽ ഒരു ബെഡ് നൽകുന്നു. ഭാരം നേരിട്ട് ആ കോളത്തിന് താഴെയുള്ള മണ്ണിലേക്കാണ് പോകുന്നത്. പ്ലാൻ ചെയ്ത സ്ഥലത്ത് അപ്രതീക്ഷിതമായി കിണർ വരുന്നത് നിർമ്മാണത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. കിണറിന് മുകളിൽ നേരിട്ട് കോളം വരുന്നത് ഒഴിവാക്കാൻ ടൈബീം വലിയ ഫൗണ്ടേഷൻ ബെഡും റാഫ്റ്റ് ഓർ കമ്പൈൻഡ് ഫുട്ടിംഗ് നൽകുന്ന രീതി. ഇത്തരമൊരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. 1. ലോഡ് ട്രാൻസ്ഫർ, ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. കിണറുള്ള ഭാഗത്ത് മണ്ണിന് ഉറപ്പുകുറവായിരിക്കും. അതിനാൽ കോളത്തിന്റെ ഭാരം കിണറിലേക്ക് നേരിട്ട് പോകാതെ ഇരുവശങ്ങളിലുമുള്ള ഉറപ്പുള്ള മണ്ണിലേക്ക് മാറ്റാനാണ് ടൈ ബീമുകൾ സഹായിക്കുന്നത്. ഇതിനെ ഒരു ബ്രിഡ്ജ് പോലെ കണക്കാക്കാം. 2. ശ്രദ്ധിക്കേണ്ട സാങ്കേതിക വശങ്ങൾ. ബീമിന്റെ കരുത്ത്. സാധാരണ ടൈ ബീമിനേക്കാൾ കൂടുതൽ കമ്പികളും റീഇൻഫോഴ്സ്മെന്റ് ആഴവും ഡെപ്ത് ഈ ഭാഗത്തെ ബീമിന് നൽകേണ്ടിവരും. ഇത് ഒരു കാൻഡിലീവർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബീം പോലെയാണ് പ്രവർത്തിക്കുന്നത്.